بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ റബ്ബ് നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ, മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ, തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു ചേർക്കട്ടെ. ഒരു ബഹുസ്വര സമൂഹം ജീവിക്കുന്ന രാജ്യത്തിൻ്റെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള മതവിഭാഗമാണ് മുസ്ലിമീങ്ങളായ നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടും നമ്മുടെ പൂർവികർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യഥേഷ്ടം നമ്മളും അത് അനുസരിച്ച് പോരുന്നു എന്നതൊരു വസ്തുതയാണ്. സമീപകാലങ്ങളിൽ മതം മറന്നുള്ള സൗഹാർദ്ദങ്ങളിലേക്ക് എല്ലാ മതത്തിലെയും ആളുകൾ ചേക്കേറിയപ്പോൾ സ്വാഭാവികമായും നമ്മളിലും അങ്ങനെ ചില മാറ്റങ്ങളും കാണപ്പെട്ടിട്ടുണ്ട്. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സെലിബ്രേഷൻ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹമാണ് എന്നുള്ളതാണ്. എല്ലാവർക്കും ആഘോഷങ്ങൾ എന്ന് പറയുന്നതിന് ഒരു നിസ്സാര കാരണം കണ്ടാൽ മതി. സാധാരണക്കാരന്റെ സമ്പർക്കത്തിലെ ഒരു സാധാരണ വർത്താനം ചെലവുണ്ടിട്ടോ എന്നാ. എന്തെങ്കിലും ഒരു കാര്യം, ഒരു നേട്ടം, ഒരനുഭവം, ഒരു പുരോഗതി കാണപ്പെടുന്നിടത്ത് അതിന്റെ ഉടമസ്ഥനെ സൂചിപ്പിച്ചുകൊണ്ട് പറയും, ആ കൊള്ളാലോ, ചെലവുണ്ടിട്ടോ. എന്താണ് ഈ ചെലവുണ്ടിട്ടോ എന്ന് പറയുന്നത്? ഒരു സെലിബ്രേഷനാണ് അവിടെ ആഗ്രഹിക്കുന്നത്. സെലിബ്രേഷൻ ഇല്ലാതിരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. കൊല്ലത്തിൽ എണ്ണപ്പെട്ട 2 സെലിബ്രേഷൻ, പെരുന്നാളുകളിൽ മാത്രം കാണപ്പെട്ട ഒരു സമൂഹം. ഇതിന് പുരോഗതി എന്ന് പറയാൻ പറ്റുമായിരിക്കും. അതിലപ്പുറം ധാർമ്മിക ചിന്തയുടെ പൈതൃക സ്വഭാവം ഇല്ലാതെ പോകുന്ന, ആത്മീയത നഷ്ടപ്പെടുന്നതായ രീതികൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സെലിബ്രേഷനുകളിൽ കാണപ്പെടുന്നുണ്ടെന്ന് ഒരു വസ്തുതയാണ്. ഏത് മതത്തിന്റെയും ഉള്ളറയിൽ ആ മതത്തിന്റെ മാത്രം ഒരു സ്വകാര്യത ഉണ്ട്. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രങ്ങളുണ്ട്. ക്രിസ്ത്യൻ സഹോദരങ്ങൾ മാത്രം ഒത്തുകൂടുന്ന കുർബാന സംഗമങ്ങൾ, അതുപോലെ തന്നെ ധ്യാനം കൂടല്, കുംഭസാരം തുടങ്ങി ധാരാളം കാര്യങ്ങൾ ആ മതത്തിലും അവരുടേതായ സ്വകാര്യതയായി കാണപ്പെടുന്നുണ്ട്. മുസ്ലിങ്ങൾ മാത്രം ഒത്തുകൂടുന്ന ജമാഅത്തുകൾ തുടങ്ങി നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ സർവ്വമതങ്ങളുടെയും സ്വകാര്യതയിൽ ചർച്ച ചെയ്യുന്നിടത്ത് നമുക്കും കാണാനുണ്ട്. എന്തിനേറെ സർവശക്തനായ തമ്പുരാൻ അവന്റെ സൃഷ്ടികളിൽ എന്ത് നിയമം വേണമെന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ മതത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന്റെ സർവകാലത്തെയും നിയമമായ പരിശുദ്ധ ഖുർആനിൽ തന്നെ സൃഷ്ടാവായ തമ്പുരാൻ മുസ്ലിം അല്ലാത്തവർക്ക് പ്രവേശനം പരിശുദ്ധ ഹറമിൽ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ മതത്തിന്റെ ഉള്ളിലുള്ള ഒരു സ്വകാര്യതയാണ്. എല്ലാ മതങ്ങളിലും ഉള്ള പോലെ തന്നെ വിശ്വാസശുദ്ധി നഷ്ടപ്പെടുന്നത് ശിർക്കിലൂടെയാണല്ലോ. ശുദ്ധി നഷ്ടപ്പെട്ടതിനെ നജസ് എന്നാ പറയാം. ആ പ്രയോഗം തന്നെയാണ് ഹറം പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഖുർആനിന്റെ അവതരണത്തിൽ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ നമുക്ക് കാണാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ മുശ്രികൂന നജസ്. സൂറത്ത് തൗബ. മുഅ്മിനീങ്ങളെ, വിശ്വാസശുദ്ധി നഷ്ടപ്പെട്ടവരാണ് അല്ലാഹുവിന് ആരാധനയിൽ പങ്കുകാര വെക്കുന്ന അമുസ്ലിമായ സഹോദരൻ. വിശ്വാസശുദ്ധി എന്ന ഇസ്ലാമിക വിശ്വാസ സങ്കല്പത്തിന്റെ കാതലായ ഭാഗം ശിർക്ക് വെക്കുന്നവർ എന്ന് പറയപ്പെടുന്ന വിഭാഗത്തെ നജസ് എന്ന പ്രയോഗത്തിലൂടെ ഇപ്പോഴും ചില സമൂഹങ്ങളിലുണ്ട്. ആരാധനാലയങ്ങളിൽ
താഴ്ന്ന വർഗത്തിന് കയറാൻ പറ്റില്ല എന്നുള്ളത്. അതുപോലെ അല്ല പറഞ്ഞത്. വിശ്വാസശുദ്ധിയിൽ മാറ്റങ്ങൾ വന്നാൽ അവർക്കും വിശ്വാസ സങ്കല്പങ്ങളിൽ മാറ്റങ്ങൾ വന്ന് പരിശുദ്ധമായ തൗഹീദിലേക്ക് ചേർന്നാൽ ഈ പറയപ്പെട്ട വേലിക്കെട്ട് മാറ്റുകയാണ് ഹറമിന്റെ അകത്തേക്ക്. ഇതൊരു മതത്തിന്റെ ഉള്ളിലുള്ള നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു സ്വകാര്യതയാണ്. ഇതാണ് വസ്തുത. ഇത് സർവശക്തനായ തമ്പുരാൻ പോലും മനുഷ്യർക്കിടയിൽ കൽപ്പിച്ചിട്ടുള്ള ഒരു നിയമമാണ്. അതുകൊണ്ട് ഫലാ യഖറബുൽ മസ്ജിദൽ ഹറാമ ബഅദ ആമിഹിം ഹാദാ, മുസ്ലിം അല്ലാത്തവർ മസ്ജിദുൽ ഹറമിന്റെ, അതായത് ഹറം ബൗണ്ടറിയിലേക്ക് കടക്കേണ്ടതില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. കൃത്യമായ ചെക്കിങ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കടത്തിവിടാം. وَإِنْ خِفْتُمْ عَيْلَةً فَسَوْفَ يُغْنِيكُمُ اللَّهُ مِنْ فَضْلِهِ, മതം അനുസരിച്ചുള്ള ജീവിതത്തെ നിങ്ങൾ പിൻപറ്റിയതിന്റെ പേരിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരുന്നു എന്ന പ്രാഥമികമായ പ്രത്യക്ഷമായ നിഗമനങ്ങളിൽ നിങ്ങൾ തളരല്ലേ. അല്ലാഹു നിങ്ങളെ നിർവാഹമാക്കുമെന്ന് ഖുർആൻ. ഇന്ന് പലയിടങ്ങളിലും പലരുടെയും ധർമ്മസങ്കടം അതാണ്. ഉസ്താദെ, അവരെ പിണക്കിയാൽ എന്റെ കച്ചവടം പോകൂലേ, അവിടെ ഞാൻ ഷിർക്കിന്റെ മഠങ്ങളിലേക്ക് കൊടുക്കേണ്ട സംഖ്യ കൊടുത്തില്ലെങ്കിൽ എന്റെ കച്ചവടം പോവില്ലേ, എന്റെ സ്ഥാപനത്തിന് ശത്രു വരില്ലേ. ഖുർആൻ പറയുന്നു, നിന്റെ തൗഹീദ് നശിക്കുന്ന രീതിയിലേക്കുള്ള അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോവാതിരുന്നാൽ അല്ലാഹു നിനക്ക് വഴി കാണിച്ചു തരുമെന്ന് ഖുർആൻ. ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ പ്രശ്നം. ഇസ്ലാം സമ്പൂർണമാണ്, അതിന്റെ അടിസ്ഥാനം തൗഹീദാണ്. ഇസ്ലാമിക പ്രവേശനങ്ങൾ വലിയ ചടങ്ങുകൾ ഒഴിവാക്കിയിട്ടുള്ള നിസ്സാരമായ കർമ്മങ്ങളാണ്. എന്നാൽ ഇസ്ലാമിൽ നിന്നും വ്യതിചലിക്കാനുള്ള കാരണങ്ങളും നിസ്സാരമാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. കുഫ്ർ കൊണ്ട് ഒരാൾ തൃപ്തിപ്പെടുക എന്നത് കുഫ്റാ. കുഫ്റിലേക്ക് ചടങ്ങുകൾ മുഖേന പോകേണ്ടതില്ല. കുഫറിനെ ഒരാൾ തൃപ്തിപ്പെടുന്നു എങ്കിൽ കുഫർ കൊണ്ടുള്ള തൃപ്തിയും കുഫറാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ കുഫറിലെത്തുന്നതായ സൗഹൃദങ്ങൾ നാം കൂടുതൽ കരുതിയിരിക്കുക എന്നത് നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. മുഅ്മിനായി ജീവിക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അവസാന കാലഘട്ടത്തിൽ വിശ്വാസത്തെ സംരക്ഷിക്കുന്നവൻ ഏതുപോലെ എന്നറിയുമോ? തീക്കനൽ കട്ട കയ്യിന്റെ ഉള്ളനടിയിൽ വെച്ച് വിരലുകൾ കൊണ്ട് ഇറുകി പിടിച്ചവൻ എത്രമാത്രം പൊള്ളൽ അനുഭവിക്കണമോ? വിശ്വാസം എന്നത് അവസാന കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ സാഹസികമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മതവിശ്വാസം നിലനിർത്തിക്കൊണ്ടുള്ള സൗഹാർദ്ദങ്ങൾ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയാ. മതസൗഹാർദ്ദത്തിനപ്പുറം മാനവ സ്നേഹം പറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ. മതങ്ങൾ എന്ന ചർച്ചയിലേക്ക് പിന്നെയല്ലേ വരുന്നത്. മനുഷ്യൻ എന്ന സങ്കല്പത്തിൽ എല്ലാവരോടും സ്നേഹം വിഭാവനം ചെയ്യുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആനിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഹുദൽ ലിന്നാസ് എന്നാണ്. മുസ്ലിമീങ്ങളുടെ വഴികാട്ടി എന്നല്ല, മനുഷ്യരുടെ വഴികാട്ടി എന്ന. ഹദീസുകളുടെ അധ്യാപനങ്ങളും അതുപോലെ തന്നെയാ പോകുന്നത്. അതുകൊണ്ട് മതത്തിൽ നിന്നുകൊണ്ടുള്ള സൗഹാർദ്ദങ്ങൾ, പുതിയ പുതിയ ആഘോഷങ്ങളുമായി സഹോദര സമുദായങ്ങൾ മുന്നോട്ട് വരുന്ന ദിവസങ്ങളിൽ മതത്തിന്റെ അകത്ത് നിന്നുകൊണ്ടുള്ള സൗഹാർദ്ദങ്ങളിലൂടെ അവരോട് ഐക്യപ്പെടുക. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് മതവിരോധങ്ങളല്ല. ഖുർആൻ പറഞ്ഞത് വൈരിയാവാനുള്ള കാരണങ്ങളല്ല. അമുസ്ലിം അഭയം തേടി വരുന്നോടത്ത് ഒരു മുസ്ലിം നിർവഹിക്കേണ്ട ബാധ്യതയെ ഖുർആൻ പറഞ്ഞ പോലെ മറ്റൊരു മതങ്ങളിലും അല്ലെങ്കിൽ ചിന്തകളിലും കാണപ്പെടാവുന്ന തത്വങ്ങളില്ല. സൂറത്ത് തൗബയിൽ കാണാമല്ലോ, നിർബന്ധമായും നമ്മൾ ചെയ്തു കൊടുക്കണം ഒരു അമുസ്ലിം സഹോദരന്. നമ്മുടെ മുന്നിൽ അവൻ അഭയം തേടി ഒരാവശ്യം പറഞ്ഞു വന്നാൽ 3 കാര്യങ്ങൾ ഒരു മൂമിനായ മനുഷ്യൻ ഒരു അമുസ്ലിമിന് ചെയ്തു കൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. വഇൻ അഹദും മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅജിറുഹു ഹത്താ യസ്മഅ കലാമല്ലാഹ് ثم أبلغه مأمنه ذلك بأنهم قوم لا يعلمون. സഹോദരന്മാരെ,
നമ്മുടെ മതത്തെ ഇകഴ്ത്താൻ വേണ്ടിയിട്ട് മാസങ്ങളായി മീഡിയകളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന സ്വതന്ത്ര ചിന്താഗതിക്കാരുണ്ട്, യുക്തിവാദികളുണ്ട്, അതുപോലെ തന്നെ എക്സ് മുസ്ലിമീങ്ങളുണ്ട്. ഇങ്ങനെ പല പേരിലും കുഫറിന്റെ പുതിയ മുഖങ്ങൾ നമ്മൾ കാണുമ്പോ ലോകത്ത് നിരീശ്വരവാദം പറയുന്നവർ ആരും മറ്റു മതങ്ങളുടെ നേരെ ഒന്നും വിളിച്ചു പറയുന്നില്ല. ഇസ്ലാമിനെ സങ്കുചിതമെന്ന് പരിചയപ്പെടുത്താൻ എളുപ്പമാണ്. കൃത്യമായ വിവരമില്ലായ്മയാണ് അതിന്റെ പിന്നിലെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഖൗമുൽ ലാ യഅലമൂൻ. കൃത്യമായ വിവരമില്ലായ്മ. ഒരു അമുസ്ലിം നിന്റെ വീട്ടിൽ അഭയം തേടി വന്നു, എന്ത് ചെയ്യണം? സങ്കല്പിക്കാമല്ലോ. കലാപങ്ങൾക്ക് പന്നമില്ലല്ലോ, വർഗീയതയ്ക്ക് പന്നമില്ലല്ലോ, രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പന്നമില്ലല്ലോ. ഇഷ്ടം പോലെ അങ്ങനെ നമ്മുടെ നാടുകളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കാലമല്ലേ. മുത്തായ നബി തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസ് ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ പറഞ്ഞതാണ്. ജനങ്ങൾക്കിടയിൽ ലൈംഗിക ശുദ്ധി നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ പെട്ടെന്നുള്ള മരണങ്ങൾ, സാമ്പത്തിക ശുദ്ധി നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ അവിചാരിത കൊലപാതകങ്ങൾ വർദ്ധിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സാഹചര്യം അങ്ങനെ സങ്കൽപ്പിച്ചോളൂ. നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് അസമയത്ത് ഒരു അമുസ്ലിം സഹോദരൻ അഭയം തേടി വന്നാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നേരത്തെ നജസ് എന്ന് പറഞ്ഞ പ്രയോഗത്തിലൂടെ വിശ്വാസ ശുദ്ധി നഷ്ടപ്പെട്ട വിഭാഗത്തെ പരിശുദ്ധ ഹറമിലേക്ക് പ്രവേശനമില്ലെന്ന് പറഞ്ഞ വിഭാഗത്തെ കുറിച്ച് തന്നെ പിന്നെയും പറയുന്നു. ആ അധ്യായത്തിന്റെ മറ്റൊരു ആയത്തിൽ നമുക്ക് കാണാം, വഇൻ അഹദും മിനൽ മുശ്രികീന ഇസ്തജാറക. നിന്റെ മുന്നിൽ ഒരു അമുസ്ലിം സഹോദരൻ അഭയം തേടി വന്നാൽ 3 കാര്യം നീ നിർബന്ധമായും അയാൾക്ക് ചെയ്തു കൊടുക്കണം. ഒന്നാമത്തേത് ഫഅജിറു, അവന് നീ അഭയം കൊടുക്ക, കേറിയിരിക്കാൻ പറയാ. രണ്ടാമത് ഹത്താ യസ്മഅ കലാമല്ലാഹ്, അവനോടുള്ള നിന്റെ ഇടപഴക്കം, അവൻ നിന്റെ വീട്ടിലേക്ക് വന്ന ശേഷം നീ അവന് ചെയ്തു കൊടുക്കുന്നതായ നിന്റെ സമ്പർക്കത്തിലെ രീതികൾ പരിശുദ്ധ ഖുർആൻ ഹബീബിന്റെ സ്വഭാവമാണല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാനവ സ്നേഹം, ഇടപഴക്കത്തിലെ മാതൃക. സഹോദര, നിന്റെ വീട്ടിലേക്ക് വിരുന്നുകാരനായി വന്ന ആ മുസ്ലിമിന്റെ മുന്നിൽ നിന്റെ പെരുമാറ്റത്തിലൂടെ അവതരിപ്പിക്കാൻ നീ തയ്യാറാവണേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്താന്ന് ഐഷബിയോട് ചോദിച്ചു റളിയല്ലാഹു അൻഹ. മഹദി അവர்கள் പറഞ്ഞത് ഖുർആനാണെന്നാണ്. അത്രയും നല്ല സ്വഭാവം. ആ സ്വഭാവത്തെ നീ അനുകരിക്കേണ്ട ഏറ്റവും നിർബന്ധിതമായ ഒരു സാഹചര്യം നിന്റെ വീട്ടിൽ അഭയം തേടി വന്ന അമുസ്ലിമിന്റെ മുന്നിൽ നീ കാഴ്ചവെക്ക എന്ന സാഹചര്യ. അപ്പൊ അവനിങ്ങനെ കാണുമ്പോ നിന്റെ പെരുമാറ്റത്തിന്റെ ആ സൗകുമാര്യതയിൽ മതത്തിന്റെ സൗന്ദര്യം അവൻ അറിയാൻ കഴിയും. ഹത്താ യസ്മഅ കലാമല്ലാഹ്, ഖുർആൻ ഓതിക്കൊടുത്തിട്ട് അർത്ഥം പറഞ്ഞ് ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങി ചെന്ന ഒരു ഫീലിംഗ് അവന് കിട്ടണം. അത്രയും നല്ല പെരുമാറ്റമായിരിക്കണം നീ അവനോട് നടത്തേണ്ടത്. അത്രയും വലിയ അദബുകൾ കാണിക്കണം. ഇങ്ങനെ 2 കാര്യങ്ങൾ കൊണ്ട് അവന്റെ മനസ്സിന് മാറ്റങ്ങൾ വരാണ്. ഇനി മൂന്നാമത് നീ ചെയ്യേണ്ടത് ഇതിന് 2നേക്കാളും സാഹസികമായ മറ്റൊരു കാര്യം. ഈ സഹോദരൻ അഭയം തേടി വന്നതല്ലേ, ഇനി അവൻ എവിടെയാ എത്തേണ്ടത് ചോദിക്കണം. ആ എത്തേണ്ട സ്ഥലം സുരക്ഷിതമാണോ? ഇദ്ദേഹം അവിടെ എത്തിയാൽ സുരക്ഷിതമാണോ? അത് നീ അന്വേഷിച്ച് നിനക്ക് ബോധ്യപ്പെട്ട് അതിൽ സത്യസന്ധതയും നീതിയും നിറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിന് നീ അഭയം കൊടുത്ത നീ അദ്ദേഹത്തിന് എത്തേണ്ടടുത്ത് എത്തിക്കണം. ആ എത്തേണ്ട സ്ഥലം നിർഭയമാണെന്ന് നിനക്ക് ഉറപ്പ് ഉണ്ടാവണം എന്ന് പരിശുദ്ധ ഖുർആൻ. എന്തൊരു സൗഹാർദ്ദ ഇത്! ആരെങ്ങനെ പറഞ്ഞത്? ഇങ്ങനെ നിബന്ധന വെച്ചുകൊണ്ട് മൂന്നാമത് പറഞ്ഞ കാര്യം വലിയ ചിന്താ പ്രശ്നമാണ്. അവൻ എത്തുന്ന സ്ഥലം നിർഭയത്വമുള്ളതല്ലെങ്കിൽ നിന്റെ വീട്ടിൽ തന്നെ അവൻ തുടരണം. ഇങ്ങനത്തെ രീതിയിൽ മനുഷ്യ സ്നേഹം പഠിപ്പിക്കുന്ന ഗ്രന്ഥം, അത്രയും ഇതര മതവിശ്വാസത്തെ ബഹുമാനിക്കണമെന്ന് പറയാം. ചീത്ത പറയരുതെന്ന് പറഞ്ഞു സ്വഹാബികളോട്. കാരണം സ്വഹാബത്തിന്റെ ഇടയിൽ വലിയ സന്തോഷം കൊടുത്ത ഒരു ആയത്താണ് സൂറത്തുൽ അംബിയാഇന്റെ 98-ാമത്തെ ആയത്ത്. ആയത്തിങ്ങനെ അവതരിക്കാം. ആയത്തിൽ അള്ളാഹുവിനോട് ശിർക്ക് വെച്ച് ആരാധിക്കപ്പെട്ടിട്ടുള്ള ആരാധനാ ഉപകരണങ്ങളൊക്കെ നരകത്തിൽ കത്തിക്കപ്പെടുന്ന സാധനങ്ങളാണെന്ന ആയത്തിൽ പറഞ്ഞത്. വസ്തുത അതാണ്.
കാരണം നരകത്തിൽ കത്തിക്കപ്പെടുന്ന വേസ്റ്റുകളുടെ കൂട്ടത്തിലാണല്ലോ, ജന്മം കൊണ്ട് വേസ്റ്റ് ആയവരാണല്ലോ നരകത്തിലേക്ക് വിടുക. ഉപകാരം കിട്ടിയില്ലല്ലോ, ഈമാൻ കൊണ്ട് വെളിച്ചം കിട്ടിയില്ലല്ലോ. അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ അവർ ആരാധിച്ച ആരാധ്യ വസ്തുക്കളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിൽ കരിക്കാൻ വേണ്ടി, കത്തിക്കാൻ വേണ്ടി ഇടുമെന്ന് പറഞ്ഞ നരകത്തിന്റെ ഇന്ധനങ്ങൾ എന്ന് പരിചയപ്പെടുത്തിയ ആയത്ത് സൂറത്തുൽ അംബിയാഇന്റെ 98-ാമത്തെ ആയത്ത്. ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം അൻതും ലഹാ വാരിദൂൻ. ഈ ആയത്ത് നരകത്തിന്റെ ഇന്ധനങ്ങൾ ശിർക്ക് വെക്കപ്പെട്ട ഉപകരണങ്ങളാണെന്ന് പറയപ്പെട്ട ആയത്ത് അവതരിച്ചതോടുകൂടെ മഹാന്മാരായ സ്വഹാബത്തിന്റെ പൂർവകാല ജീവിതത്തെ അവരങ്ങനെ ഓർക്കാൻ തുടങ്ങി. പടച്ചോനെ, അതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, അൽഹംദുലില്ലാഹ്. 10-30 കൊല്ലം മുമ്പ് മുസ്ലിമായ ഒരു സഹോദരൻ ഇടക്ക് സംസാരിക്കുമ്പോഴൊക്കെ പലപ്പോഴും ശ്രദ്ധിച്ചു പോയിട്ടുണ്ട്, അള്ളാഹു ഹിദായത്ത് എന്നല്ലോ, അതിലും വലുതൊന്നും വേറെ ഇല്ലല്ലോ എന്ന്. സഹോദരന്മാരെ, ഈ ആയത്ത് സ്വഹാബത്തിന്റെ ഇടയിൽ അമിതമായ സന്തോഷം കൊടുത്തു. ഇന്നലകളുടെ ജീവിതത്തിന്റെ അവസ്ഥ തിരിച്ചറിവ് നഷ്ടപ്പെട്ട രൂപമായിരുന്നു. അതിൽ നിന്നും അല്ലാഹു തൗഹീദിന്റെ വെളിച്ചം തന്നപ്പോ മഹാന്മാരായ സ്വഹാബത്ത് വല്ലാതെ സന്തോഷിക്കുകയും ആരാധ്യ വസ്തുക്കൾ നരകത്തിലേക്കാണെന്ന് പറഞ്ഞ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് പരസ്പരം അവരങ്ങ് ചർച്ച ചെയ്യുകയും ചെയ്തപ്പോൾ നാൽക്കെട്ടുകൾക്കകത്ത് മുഖരിതമായ ശബ്ദവീജികൾ അതിന്റെ പുറത്തേക്ക് നിർഗളിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോഴും നിലവിൽ അള്ളാഹുവിനോട് ശിർക്ക് വെക്കുന്ന ആരാധ്യ വസ്തുക്കളെ പൂജിക്കുന്ന സമൂഹത്തിന്റെ കാതിലും അതിന്റെ അലയടികൾ എത്തിയപ്പോൾ അവർക്ക് വേദന തോന്നിയപ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ അമിതമായി സന്തോഷിച്ച സ്വഹാബത്തിനെ പിന്നെയും നിയന്ത്രിച്ചു. സൂറത്തുൽ അൻആമിന്റെ 108-ാമത്തെ ആയത്ത് അപ്പോഴാണ് അവതരിച്ചത്. വലാ തസുബ്ബുൽ ലദീന യദഊന മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിനെ കൂടാതെ ഇവിടെ മറ്റു പല ആരാധ്യ വസ്തുക്കളെയും പൂജിക്കുന്നവരെയും ആരാധിക്കുന്നവരെയും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു ബഹുസ്വര സമൂഹത്തിന്റെ പക്വത ഖുർആൻ പറയുന്നു. അങ്ങനെയുള്ള ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചെറുതാക്കി കാണിച്ച് പഴി പറയല്ലേ, ചീത്ത പറയല്ലേ, അവഹേളിക്കല്ലേ. ഓരോരുത്തരുടെയും വിശ്വാസം അവന്റെ സ്വാതന്ത്ര്യമാണ് എങ്കിൽ ബഹുസ്വര സമൂഹത്തിലെ മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് പെരുമാറ്റത്തിന്റെ പക്വത വേണമെന്ന് അഷ്റഫുൽ ഖൽഖിന്റെ മുന്നിലിരുന്ന് ദീൻ പഠിച്ച സ്വഹാബികളെ ഖുർആൻ ശകാരിക്കുകയാ. ഫയസുബ്ബുല്ലാഹ അദ്വം ബിഗൈരി ഇൽം. വിവരമില്ലാതെ, അല്ലാഹനെ അറിയാതെ, ഈ മതത്തിന്റെ സൗന്ദര്യം ഗ്രഹിക്കാതെ ഈ മതത്തെ ചീത്ത പറയുന്നവരായി ആ സമൂഹം വരും. പ്രകോപനങ്ങൾ അരുതേ എന്ന് പരിശുദ്ധ ഖുർആൻ ഈ രീതിയിൽ മറ്റുള്ളവന്റെ വിശ്വാസത്തിന് വിലയുണ്ടെന്ന് പറഞ്ഞോടത്ത് നിന്ന് തന്നെ പിന്നെയും പറഞ്ഞു, നിന്റെ വിശ്വാസത്തിൽ നീ ഉറച്ചു നിന്നുകൊണ്ട് വേണം സൗഹൃദങ്ങളിൽ പങ്കാളിയാവാൻ. അത്രത്തോളം ജനങ്ങളുടെ ഈ വൈജാത്യങ്ങളെ, ഈ വ്യത്യസ്തതകളെ ഖുർആൻ അംഗീകരിച്ചതാണ്. എല്ലാവരും മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇപ്പൊ നരകമൊന്നും വേണ്ടല്ലോ. ഒരു ബഹുസ്വര സമൂഹത്തിൽ ഈ ഹിദായത്ത് കിട്ടിയ ഞാൻ എന്നെ സംബന്ധിച്ച് സംതൃപ്തന. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, സന്തോഷം. ലാ ഇക്റാഹ ഫിദ്ദീൻ, അതിൽ ബലപ്രയോഗം പാടില്ലെന്നാ പറഞ്ഞത്. അത്രത്തോളം ഇതര വിശ്വാസങ്ങളുടെ ഇടയിലെ പക്വത പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. ജനങ്ങളിലെ വ്യത്യസ്തത അള്ളാഹുവിന്റെ അലംഘനീയ തീരുമാനം. വലൗ ശാ അല്ലാഹു ലജഅലകും ഉമ്മതൻ വാഹിദ. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ഒറ്റ സമൂഹമായിട്ട് ഇവിടെ എല്ലാ മനുഷ്യരും വന്നേനെ. അപ്പൊ ഇങ്ങനെ ജനങ്ങൾക്കിടയിലെ വ്യത്യസ്തതയും വ്യത്യസ്ത മതചിന്തകളും ഒക്കെ അള്ളാഹു ഇവിടെ അനിഷേധ്യം നടപ്പാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിച്ച് ഷിർക്ക് വരാതെ, അതുപോലെ തന്നെ ബഹുസ്വര സമൂഹത്തിന്റെ ഇടയിൽ മറ്റു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റു സഹോദര സമുദായത്തിന്റെ ആഘോഷങ്ങളും വരുമ്പോ നമ്മളുടെ അനുകരണം ആപത്താവാതെ അതിൻ്റെതായ രീതിയിൽ പൂർവികർ കാണിച്ച പോലെ നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും
ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥാപനങ്ങളിലാണെങ്കിൽ പോലും തൗഹീദ് കളഞ്ഞിട്ടുള്ള പരിപാടിക്ക് പോകരുത്. അതേക്കുറിച്ചുള്ള ഒരു ലഘു പഠനം. ഇപ്പൊ ഒരു ഉദാഹരണം, ക്രിസ്തുമസ് വരാണ്. ചോദിക്കാം, ഉസ്താദ് ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ അറിവുള്ള ഒരാളോട് ചോദിക്കാം, നമുക്കത് ചെയ്യാൻ പറ്റുമോ, നമുക്ക് പാടുണ്ടോ? എല്ലാം കഴിഞ്ഞ് ഓണസദ്യയും കഴിഞ്ഞ് ഏമ്പൊക്കെ വിട്ട് വന്നിട്ട് ഓണസദ്യ ഹറാമാണെന്ന് വെക്കണ പോലെയല്ല, അങ്ങനെയൊന്നുമല്ല. അതേക്കുറിച്ച് ഉള്ളറിഞ്ഞ് എന്റെ വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള ഹിക്മത്ത് എനിക്ക് വേണം. ഞാനിപ്പോ അവിടെ കുടുങ്ങിയിരിക്കുക, എന്താ ചെയ്യാ? ആ രീതിയിലുള്ള ഹിക്മത്തുകളെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. ആ രീതിയിലൂടെ മറ്റുള്ളവരെ, മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ജീവന് ഭീഷണി വന്നു. പറഞ്ഞു, ഖുർആനും തൗറാത്തും ഇൻജീലും സബൂറും ഒക്കെ മഖ്ലൂഖാണെന്ന് അങ്ങോട്ട് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ തട്ടിക്കളയും. മഹാനവറുകളുടെ ഹിക്മത്ത് നോക്കണം. വലത് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഖുർആൻ, തൗറാത്ത്, ഇൻജീല്, സബൂർ, ഈ 4 മഖ്ലൂഖാണ്. ഈ 4 വിരല് മഖ്ലൂഖാണ്, ഹിക്മത്തുകളാണ്. ചില സന്ദർഭങ്ങളിൽ ജീവന് പോലും ഭീഷണി വരുന്ന സ്ഥാപനവും കച്ചവടവും ഒക്കെ പിന്നെ അവിടെ നിൽക്കട്ടെ, അത്രത്തോളം തൗഹീദ് നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമാകുന്ന ഇക്റാഹിന്റെ നേരങ്ങളുണ്ട്. അതിനെ നമ്മൾ ഹിക്മത്തിൽ കൈകാര്യം ചെയ്യേണ്ടി വരും. ഈ അർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ നാം നമ്മുടെ മതപരമായ പക്വതയെ, നമ്മുടെ തൗഹീദ് കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് നമ്മളില്ല. അത്രത്തോളം നമ്മൾ ആ കാര്യത്തിൽ ഉത്സാഹത്തോടുകൂടെ വരണം എന്നുള്ളതാണ് പറയാനുള്ളത്. എന്റെ സഹോദരന്മാരെ, സൗഹാർദ്ദമൊക്കെ നല്ലതാ. വീടുകളിൽ സ്റ്റാർ തൂക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്. അതിന്റെ പിന്നിൽ ഒരു ആരാധനാ രഹസ്യമുണ്ട്. എന്തുകൊണ്ട്? ക്രിസ്തുമസ് നക്ഷത്ര വിളക്കുകൾ ചാർത്തപ്പെടുന്നത് ഒരു മത ആചാരമാണ്. ആ ആചാരത്തെ നമ്മൾ എന്തിനേറ്റെടുക്കണം? മതപരമായ ഒരു ആചാരമാണിത്. എങ്ങനെ? യേശുവിന്റെ ജനനം അറിഞ്ഞ ഉടനെ ബത്ലഹേമിലേക്ക് യാത്ര തിരിച്ച ജ്ഞാനികൾക്ക് വഴികാട്ടിയ നക്ഷത്രത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അവിടെ നക്ഷത്ര വിളക്കുകൾ ചാർത്തപ്പെടുക എന്ന ആചാരം വന്നിട്ടുള്ളത്. അങ്ങനെ അത് അനുസ്മരണയുടെ ഭാഗമായി, ഏത് അനുസ്മരണ? ആരാധനയുടെ ഭാഗമായിട്ടുള്ള ഈ സ്മരണയെ ആരാധനയായ തന്നെ കാണുന്നത്. അപ്പോൾ മറ്റൊരു സമൂഹത്തിന്റെ ആരാധനയെ പിൻപറ്റലാണ്. അത് ശിർക്കാണെന്ന് മാത്രമല്ല, കുഫറിലെത്തിക്കഴിഞ്ഞു. കുഫർ കൊണ്ടുള്ള തൃപ്തി പോലും കുഫറാണെന്ന് പറയുമ്പോൾ കുഫറിനെ അങ്ങനെ തന്നെ പകർത്തൽ കുഫറല്ലേ? ഈ രീതിയിലേക്ക് ഇത് സങ്കുചിതമായ ചിന്താഗതികളല്ല. ഒരു മതത്തിന്റെ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ ആ മതം പറയുന്ന വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ലാത്ത നിബന്ധനകളെയും ഉൾക്കൊള്ളണമെന്നതാണ്. നമ്മൾ ഒരു മരുന്ന് കഴിക്കുകയാണെങ്കിൽ ആ മരുന്ന് ഫലിക്കാനുള്ളതായ അതിന്റെ എല്ലാ ഉപാധികളെയും പഥ്യങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളണം. എന്നാൽ ആ മരുന്ന് കൊണ്ട് ഗുണമുള്ളൂ. ഇതൊരു സാധാരണ രീതിയാണ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആരാധനാ രീതികൾക്ക് പോലും ശിർക്കിലേക്ക് ലാഞ്ചനം വരുന്നിടത്ത് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വാങ്കുവിളി നിയമമായി വന്ന് ഈ ലഫ്ളുകളെ, വാങ്കിന്റെ ലഫ്ളുകളെ ശറഇന്റെ ഭാഗത്തേക്ക് ചേർക്കപ്പെടുന്ന സന്ദർഭം സ്വഹാബത്തിന്റെ സ്വപ്നമാണ്. സ്വഹാബത്ത് സ്വപ്നം കണ്ട ലഫ്ളുകളാണ് വാങ്കുവിളി. എങ്ങനെയാ നിസ്കാരത്തിന് ആളെ കൂട്ടാ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഫത്ഹുൽ മുഈനിലും മറ്റുമൊക്കെ പറയുന്നുണ്ട്, വാങ്കുവിളി എന്നത് മിൻ ഖസായിസി ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ മാത്രം പ്രത്യേകത വാങ്കുവിളി. മുൻപ് ഒരു സമൂഹത്തിലും സമുദായത്തിലും വാങ്കുവിളി ഉണ്ടായിട്ടില്ല. പക്ഷേ നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽക്ക് നിസ്കാരങ്ങളുണ്ട്. മൂസ നബിയുടെ കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് മൂസ നബി പറഞ്ഞത് അലൈഹിസ്സലാം, 50 വഖത്ത് നിസ്കാരം ഈ സമൂഹത്തിന് ഏറ്റെടുക്കൽ പ്രയാസ. അത് 5ലേക്ക് കൺവെർട്ട് ചെയ്യപ്പെട്ടത്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം 9ഓളം പ്രാവശ്യം മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6ാം ആകാശത്തുനിന്ന് റബ്ബിന്റെ മുന്നിലേക്ക് പിന്നെയും പോയിന്ന. അത്രയും പരിമിതമായ ഒരു സമയത്തിൽ നടന്ന മെഹറാജിന്റെ ആ യാത്രയിലും അനുഭവത്തിലും 9 പ്രാവശ്യം ആവർത്തിച്ചു പോവാൻ നിസ്കാരത്തിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്ന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം ആ നിസ്കാരത്തെ ഏറ്റെടുത്തതിൽ, അല്ലെങ്കിൽ ആ സമൂഹത്തിൽ അത് ഏറ്റെടുക്കാൻ മൂസ നബി ഇടപെട്ടതിലുള്ള സാഹസികമായ കാര്യങ്ങളെ കൃത്യമായി തന്നെ അവതരിപ്പിച്ചു. നിസ്കാരം എന്നത് എല്ലാ സമൂഹത്തിലുണ്ട്, പക്ഷെ ബാങ്കുവിളി എല്ലാ സമൂഹത്തിലും ഇല്ല. ഈ സമുദായത്തിന്റെ മാത്രം പ്രത്യേകതയാണത്.
ബാങ്ക് എങ്ങനെ എന്നതിലേക്ക് വരുന്ന സുദീർഘമായ ചരിത്രങ്ങളിൽ കാണാം. ഒരു സ്വഹാബിയുടെ അഭിപ്രായം, നബിയെ, നമ്മുടെ ബാങ്കിന്റെ നേരം, അതായത് നിസ്കാരത്തിന്റെ നേരം വരുമ്പോ ബാങ്ക് എന്ന ആശയത്തിൽ എത്തുന്നതിന് മുമ്പ് ഈ സ്വഹാബി പറഞ്ഞ അഭിപ്രായം, നമുക്ക് വലിയ ഒരു മണിനാഥം ക്രൈസ്തവ ദേവാലയങ്ങളിലുള്ള പോലെ നമുക്കൊരു മണിനാഥം നാട്ടിയാലോ എന്ന് ചോദിച്ചു. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനടി ആ അനുകരണത്തെ എതിർക്കുകയും അത് വേണ്ടെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അത്രത്തോളം ആരാധനയിലെ അനുകരണം മാത്രവുമല്ല, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പരിശുദ്ധ മദീനയിലെത്തിയപ്പോൾ മുഹറം 10 നോമ്പെടുത്ത ജൂത സഹോദരന്മാരെ കണ്ടു. മുഹറം 10 നമ്മൾ നോമ്പെടുക്കുന്നുണ്ട്, എന്നാൽ ഹബീബ് പറഞ്ഞതല്ല, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്നാൽ 9 കൂടി പിടിക്കും. എന്തിനാണ് 10 മാത്രം പിടിച്ചാൽ പോരായിരുന്നോ? 9 കൂടി. എന്താ അതിന്റെ ന്യായം? സയ്യിദുൽ ബക്കരി ആനത്തിൽ പറയുന്നുണ്ട്, ഫീ സൗമി താസിഇ മഅൽ ആശ്രി മുഖാലഫത്തുൽ യഹൂദ്. ജൂത സഹോദരന്മാരോട് ആ ആരാധനയിൽ ഒരു സാദൃശ്യം വരാൻ പാടില്ല. അവർ 10 മാത്രം നോമ്പെടുത്തപ്പോ നമ്മൾ 9 കൂടി എടുത്തു എന്ന് മാത്രമല്ല, ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, സൂമു യൗമ ആശുറ വ ഖാലിഫുൽ യഹൂദ വസൂമു ഖബ്ലഹു യൗമ വ ബഅദഹു യൗമ. മുഹറം 10 മാത്രമല്ല, ജൂത സഹോദരന്മാരോട് ആരാധനയിൽ യോജിപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുഹറം 9-നും മുഹറം 11-നും നോമ്പ് സുന്നത്താണ്. 9 നോമ്പെടുത്താലും 11 സുന്നത്താണ്. 9 എടുക്കാത്തവൻ അത് 11ലേക്ക് എടുക്കാവുന്നതുമാണ്. ഈ രീതിയിൽ പോലും മുഹറം 10 എന്ന ആ ഒറ്റ ദിവസത്തെ ജൂത സഹോദരന്മാർ ആരാധനയിലേക്ക് ചേർത്തപ്പോൾ അവിടെ ഒരു അനുകരണത്തെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ എല്ലാ വശങ്ങളെയും കാണിച്ചു കൊടുത്ത് അനുകരണം ആപത്താവല്ല എന്ന ഉപദേശം തന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ നിർദ്ദേശിച്ചിട്ടുണ്ട്. മതസൗഹാർദ്ദം, മതം വേണം, എന്നിട്ടാണ് അതിനുശേഷം സൗഹാർദ്ദം. അതുകൊണ്ട് വിശ്വാസത്തെ നശിപ്പിച്ചു കളയുന്ന, ഈമാനിനെ ബാത്തിലാക്കി കളയുന്ന സെലിബ്രേഷനിലേക്ക് പോകുമ്പോ ഒരു വട്ടം ആലോചിക്കണം, ഇത് എനിക്ക് നഷ്ടമാണോ നാളത്തേക്ക് ഉണ്ടാക്കി വെക്കുന്നത്? ഇത് എന്റെ ലാഭമാണോ? ഞാൻ ഏത് ഹിക്മത്തിലാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത്? ഒരു മത ഉപദേശം അത്തരം കാര്യങ്ങളിൽ തേടുക എന്നത് സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും കച്ചവടക്കാർക്കും അതുപോലെ തന്നെ കലാലയത്തിൽ പോകുന്ന മക്കൾക്കും പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു മത നിയമ ഉപദേശം നല്ലതാണ് എന്നത് നമ്മുടെ ഒരു സ്വകാര്യ ചർച്ചയിൽ നാം പങ്കുവെക്കുന്നു. സർവശക്തൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങളെ നീ കബൂലാക്ക് തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്ക് അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ, റബ്ബേ, റഹ്മാനായ തമ്പുരാനെ, ഒരുപാട് രോഗികൾ പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ക്യാൻസർ രോഗമുള്ള പലർക്കും വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരിക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ലെൻസിന് ക്യാൻസർ ഉള്ള സഹോദരന് വേണ്ടി ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉദരത്തിൽ ക്യാൻസർ രോഗമുള്ള സഹോദരിക്ക് വേണ്ടി, അങ്ങനെ ഒരുപാട് ക്യാൻസർ രോഗികൾ. റഹ്മാനേ, നീ ശിഫ നൽകണേ അല്ലാ. ചികിത്സയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ആ രോഗത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുണ്ട് തമ്പുരാനെ, അനുയോജ്യമായ ജോലി അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വിദേശത്ത് ജോലിക്ക് പോയി പല പ്രാവശ്യം ശ്രമിക്കുന്നു, അടുത്തു വരുന്നു, പിന്നെ കിട്ടാതെ പോകുന്ന അവസ്ഥയിൽ ജോലി ഇല്ലാത്ത മകന് വേണ്ടി പ്രത്യേകം ദുആരക്കാൻ പിതാവ് ഏൽപ്പിച്ചിട്ടുണ്ട്. തൗഫീഖ് നൽകു അല്ലാ. അല്ലാഹുവേ, വിദേശത്തേക്ക് പഠിക്കാനായി പോകുന്ന മക്കൾക്ക് വേണ്ടി ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നീ ബറക്കത്താക്കണേ അല്ലാ.
തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചവർ, പലയിടങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, എല്ലാവരുടെയും ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ ഈമാൻ ഫസാദാവുന്ന കാര്യങ്ങളിൽ ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാ. റബ്ബേ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഹജ്ജ് ഉംറ സിയാറ ഞങ്ങൾക്ക് നീ നസീബാക്കണം റഹ്മാനേ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സിഗാറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.